അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതൊരു ചോദ്യം, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും അതുപോലെ തന്നെ വെള്ളം കുടിക്കുമ്പോഴും തലമറക്കൽ പ്രത്യേകമായിട്ട് സുന്നത്തുണ്ടോ? അങ്ങനെ നമ്മൾ തലമറച്ചു കഴിഞ്ഞാൽ ആ സുന്നത്തിൻ്റെ കൂലി നമുക്ക് കിട്ടുന്ന അങ്ങനെ എന്തെങ്കിലും കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ സാറേ? മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ തല മറക്കണോ? അപ്പോൾ തല മറക്കാതെ ചെയ്താൽ കറാഹത്ത് വരുമോ? ഇതൊക്കെയാണ് ഇവിടുത്തെ ചോദ്യങ്ങൾ. പ്രത്യേകമായി കൊണ്ട് ഭക്ഷണം കഴിക്കുമ്പം തലമറക്കൽ സുന്നത്ത് എന്ന് പറഞ്ഞതായിട്ട് അറിവിൽ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ മറക്കണ സുന്നത്താണെന്ന് പറയുമ്പോൾ പിന്നെ ഒഴിവാക്കൽ അത് കറാഹത്ത് എന്നുള്ള വിഷയമൊക്കെ വരുമല്ലോ. ഏതായാലും സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇതേ ചോദ്യം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തല മറക്കാതെ വെളിവാക്കിയിട്ട് കഴിക്കുമ്പം അതിൽ വല്ല കറാഹത്തുമുണ്ടോ എന്ന് അവിടുത്തെ ഷെയ്ഖുമാരോട് ചോദിച്ചപ്പോൾ അവിടുത്തെ ഷെയ്ഖുമാർ മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം മറുപടി മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ലജ്വത്തുൽ അജീബ ലസ്അത്തുൽ ഗരീബ എന്ന് പറയുന്ന അവിടുത്തെ കിതാബിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടുത്തെ ഫത്താവ ഇതിൻ്റെ 193, 194 പേജുകളിൽ നോക്കിയാൽ അത് വളരെ വ്യക്തമായിട്ട് കിട്ടും. 156 സുആല്, 156 ചോദ്യം കേട്ടോ. സഅൽത്തു, ഞാനൊന്ന് ചോദിച്ചു നോക്കി. ആരാ പറയണത്? മഖ്ദൂദങ്ങൾ പറയണം. ഞാനൊന്ന് ചോദിച്ചു നോക്കി. അൻ കശ്ഫിർ റഅ്സി ഇന്ദ അക്ലി ത്വആമി, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തല തുറന്നിടുക. അപ്പോൾ അതിനെ പറ്റിയിട്ട് വെളിവാക്കുക. അതിനെപ്പറ്റി ഞാനൊന്ന് ചോദിച്ചു നോക്കി. ഹൽ യുക്റഹു ദാലിക ഔല, അത് കറാഹത്താണോ അതല്ല കറാഹത്തില്ലേ? അതിനെപ്പറ്റി എന്ത് പറയാനുണ്ട്? അപ്പോൾ ഫഅജാബ ഷെയ്ഖുന അബ്ദുൽ അസീസ് സംസമി റഹിമഹുല്ല, നമ്മുടെ ഷെയ്ഖുമാർ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഷെയ്ഖുനയാണ് അബ്ദുൽ അസീസ് സംസമി റളിയല്ലാഹു അൻഹു. മഖ്ദൂം തങ്ങളുടെ ഉസ്താദാണ്, ഷെയ്ഖാണ്, വലിയ മഹാനാണ്. അബ്ദുൽ അസീസ് സംസമി റളിയല്ലാഹു അൻഹു നമുക്ക് മറുപടി തന്നത് ബി അന്ന കശ്ഫർ റഅ്സി ഇൻദ അക്ലി ത്വആമി ലാ യഹ്ഫളു ഫീഹി കറാഹത്തൻ, ഇവിടെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തല വെളിവാക്കി തല തുറന്നിട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കൽ അതുകൊണ്ടൊരു കറാഹത്ത് വരും എന്നുള്ളത് നമ്മൾ അറിവിലില്ല, നമ്മൾ അങ്ങനെ ഹിഫ്ലാക്കിയിട്ടില്ല, നമ്മളെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ആര്? അബ്ദുൽ അസീസ് സംസമി റളിയല്ലാഹു അൻഹു. എന്നിട്ട് മഹാനവർ പറഞ്ഞു വലസുലു അദുമുഹ, ഈ കറാഹത്ത് ഇല്ലാതിരിക്കലാണ് അവിടുത്തെ അസ്ല്. അസ്ല് പറയുകയാണെങ്കിൽ കറാഹത്ത് വരില്ല, കറാഹത്തില്ല എന്ന് തന്നെയാണ്. ഈ ഹദീസിനും എൻ്റെ തഹ്കീക്കും ഒക്കെ എഴുതിയ ഒരുപാട് പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ ഈ ഇതിൻ്റെ തഹ്കീക്കിൽ കണ്ടു ഫി ഹാമിഷിൽ മത്ബൂ, അതായത് ഇപ്പോൾ എൻ്റെ അങ്ങനെ കറാഹത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇല്ല, തല തുറന്നിട്ടില്ല. പക്ഷേ ആ ഭക്ഷണം കഴിക്കുന്ന സദസ്സിൽ സാത്വികരായ പണ്ഡിതന്മാരോ അങ്ങനെ കാര്യപ്പെട്ട ആലിമീങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോടുള്ള ഒരു ബഹുമതിയും ബഹുമാനവും വേറെയുണ്ട്. ആലിമീങ്ങൾക്ക് എപ്പോഴും പവറാ. അവരുടെ മുമ്പിൽ നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും ഇരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അവരുടെ മുമ്പിൽ നമ്മൾ അങ്ങനെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. കാരണം അള്ളാഹുവിൻ്റെ ഈ പറയുന്ന കിതാബും ഖുർആനും അതിൻ്റെ തഫ്സീറുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താവുന്ന ഈ പറയുന്ന നമ്മുടെ ഹദീസുകളും അതിൻ്റെ മുഹദ്ദിസീങ്ങൾ പറഞ്ഞ വിഷയങ്ങളും കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ഫിഖ്ഹിൻ്റെ കിതാബും ഒക്കെ ഇഴകി അറിഞ്ഞ് അത് മനസ്സിലാക്കി ജീവിതം മുഴുവനും അതിലായിട്ട് ഇങ്ങനെ കൊണ്ടുപോയി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ട് നേരം പുലർന്ന് വൈകുന്നേരം വരെ ദർസ് നടത്തി ഇങ്ങനെ നല്ല നല്ല സാത്വികരായ തങ്ങന്മാരും പണ്ഡിതന്മാരും ഒക്കെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാടുണ്ട്. ഒരാളെയും അല്ലെങ്കിലും പൊതുവെ നിസ്സാരാക്കാൻ പാടില്ല. ഒരാളെയും നിസ്സാരാക്കരുത്. ഒരാളെ നമ്മൾ മുമ്പിൽ കണ്ടു വിചാരിച്ചുകൊണ്ട് അയാളെ നിസ്സാരാക്കാൻ വേണ്ടി പോകാൻ പറ്റില്ല. ആരൊക്കെയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ സ്ഥാനമുള്ളവർ, ആരൊക്കെയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ സ്ഥാനം ഇല്ലാത്തവർ എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഏതായാലും എങ്ങനെ എന്ത് പ്രവർത്തിച്ചാലും ഒരു അണുമണി തൂക്കല്ലാതെ ആഖിറത്തിൽ തൂക്കപ്പെടും. അത് ചെറിയൊരു കടുകുമണിയോളാണെങ്കിലും കൊടുക്കേണ്ടതുണ്ടെങ്കിൽ കൊടുക്കുക തന്നെ വേണ്ടി വരും. അതുകൊണ്ട് ഒരാളെ പറ്റി നമ്മളങ്ങനെ നിസാരമാക്കി പറയൊന്നും വേണ്ട. അതുകൊണ്ട് സാത്വികരായ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് അവർ സദസ്സിലുണ്ടെങ്കിൽ അവർക്കൊരു ബഹുമതി കൊടുക്കണം എന്നുള്ളത് ഇതിൻ്റെ തഹ്കീക്കിലൊക്കെ എഴുതിയത് കണ്ടു. ഫി ഹാമിഷിൽ മത്ബൂ, ചില രചനയുടെ ഹാമിഷിലൊക്കെ കണ്ടു, എഴുതിയത് കണ്ടു. നഅമിൻകാന ബിഹദറത്തി മൻ യുതഅദ്ദബു മഅഹു ഫകശ്ഫുഹു ഖിലാഫുൽ ഔലാ, ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ സാത്വികരായ പണ്ഡിതന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ തല മറക്കാതെ തുറന്നിട്ട് ഭക്ഷണം കഴിക്കൽ അതൊരു ഖിലാഫുൽ ഔല, കറാഹത്തില്ല, നല്ലതല്ല. അപ്പം നല്ലത് തല മറച്ചിട്ട് തന്നെ വരികയാണ് നല്ലത് എന്ന് വെക്കേണ്ടത് വരും. ഇതൊന്ന് ശരിക്കും മനസ്സിലാക്കിയാൽ അങ്ങനെ കിട്ടും. ചില കഥാബി ഹാമിഷി ബാലുന്നുസ്, ചില കിതാബിൻ്റെ ഒക്കെ ഹാമിഷിലൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. ഫഹരിറുഹു, അതൊന്ന് വിശകലനം ചെയ്ത് നല്ലോ നോക്കുന്നത് നല്ലതാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കറാഹത്ത് ഇല്ല എന്നാണ് സംസമി റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞത്. പിന്നെ അങ്ങനെ ഉള്ളതായിട്ട് അറിവും വന്നിട്ടില്ല എന്ന്
എന്നതാണ്. അപ്പം മറക്കുന്നത് നല്ലതാണ്, പക്ഷെ മറക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സുന്നത്തായിട്ട് പ്രത്യേകം വെച്ചുകൊണ്ട് അത് കൊണ്ടുവന്ന് അങ്ങനെ ഒഴിവാക്കിയാൽ കറാഹത്താണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വിശ്വാസം അവിടെ പറഞ്ഞതായിട്ട് കണ്ടില്ല എന്നർത്ഥം കേട്ടോ.